കോഴിക്കോട്ട് ഭർതൃപീഡനത്തിനിരയായ നവവധുവിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും. പന്തീരങ്കാവ് പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് അവരുടെ പരാതി. അതിനുശേഷം നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി വക്കീലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയും ക്രൂരമായ കൃത്യം ചെയ്ത ഇവന് റിമാൻഡ് ചെയ്യാൻ പോലും സാധിച്ചില്ല എന്നുള്ളത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു CIനോട്, എന്തുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ റിമാൻഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നിയമ നടപടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയൂ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഉത്രയും വിസ്മയും ആവർത്തിക്കരുത് ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ അത് പത്രക്കാരും മീഡിയക്കാരും ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അശ്വിൻ. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ അന്ന് തന്നെ കുടുംബം പന്തീരാങ്കാവ് പോലീസിൽ ഇക്കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കുട്ടിയുടെ മുഖത്തെ പരിക്കുകൾ ഉൾപ്പെടെ നേരിട്ടെത്തി കാണിച്ചുകൊണ്ട് പരാതി നൽകുകയും ചെയ്തു. അന്നു മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നിരുത്തരവാദപരമായ ഇടപെടൽ ഇവരോട് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പിതാവ് പറയുന്നത്. മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ ഈ 26 അംഗ കുടുംബത്തിന് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയെത്തി. പരാതി പറഞ്ഞിട്ടും അതിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയില്ല. പിന്നീട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇവർ തയ്യാറായത് എന്നുകൂടി അച്ഛൻ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള പോലീസിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവത്തിൽ വേണമെന്നും പ്രതിയെ കൃത്യമായ രീതിയിൽ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ കുടുംബം ഒരുങ്ങുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തെ വീഴ്ചയാണ് പ്രധാനമായും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. താങ്ക് യു അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.